പത്തനാപുരം ഗാന്ധി ഭവനും ശാഖകളും അഗതികളുടെ ആശാകേന്ദ്രമാണെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. മുതുകുളം ഗാന്ധി ഭവൻ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു മന്ത്രി. ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിൽ ഗാന്ധി ഭവനോടൊപ്പം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. പത്തനാപുരം ഗാന്ധി ഭവനും ശാഖകളും അഗതികളുടെ വലിയൊരു ആശാകേന്ദ്രമാണെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു പറഞ്ഞു. മുതുകുളം ഗാന്ധി ഭവൻ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു മന്ത്രി. പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് ചെല്ലുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് വലിയൊരു കൂട്ടായ്മയാണ്. ഒരു സ്നേഹം കൊണ്ട് പരസ്പരം ബന്ധിക്കപ്പെട്ട മനുഷ്യരെയാണ്. സേവന തൽപരരായ നിരവധി ആളുകളെ നമുക്കവിടെ കാണാൻ സാധിക്കും. അതെല്ലാം സൃഷ്ടിച്ചെടുത്തത് സോമരാജൻ സാറാണ്. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഈ കാണുന്ന ഗാന്ധി ഭവൻ സൃഷ്ടിക്കപ്പെട്ടത് ഒരു ദിവസം കൊണ്ടല്ല. അത് സൃഷ്ടിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ദീർഘകാല പ്രതിബദ്ധത കൊണ്ടാണ്. വളരെ ചെറിയ ഒരു സ്ഥാപനത്തിൽ നിന്നും ചെറുതായി തുടങ്ങി വെച്ച ഒന്നിനെ വെള്ളമൊഴിച്ച് വളമിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊടുത്ത് വളർത്തിയെടുത്തതാണ് യഥാർത്ഥത്തിൽ ഈ ഗാന്ധി ഭവൻ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ. നമ്മളെല്ലാം ഇപ്പം സമൂഹത്തിൽ ഒരാൾ മാനസികമായ ഒരു വിഭ്രാന്തിയുള്ള ഒരാൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഏറ്റവും എളുപ്പമാർഗം എന്നത് ആളെ കണ്ടുപിടിപ്പിക്കും, എന്നിട്ട് സോമരാജൻ സാറിനെ വിളിച്ചു പറയും, നേരെ അങ്ങോട്ട് കൊടുത്തുവിടും. ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ സാർ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോക്കാൻ ബുദ്ധിമുട്ടാണ്, അദ്ദേഹം അല്പം വയലൻ്റാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷം ചെറുപ്പക്കാരനായ ഒരാളെ ഇവിടെ കൊണ്ടുവിട്ടാൽ വർഷങ്ങളോളം ആര് നോക്കും, ഞാൻ എങ്ങനെ നോക്കും, അതുകൊണ്ട് ഒരു സംവിധാനം അറേഞ്ച് ചെയ്ത് തരണം എന്നൊരു വാക്ക് സാർ നാളിതുവരെ പറഞ്ഞിട്ടില്ല. ആ ആളിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിന്നീട് അങ്ങോട്ട് നോക്കുന്നത് അദ്ദേഹമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംവിധാനമാണ്. തീർച്ചയായിട്ടും നിരവധി മനുഷ്യരുടെ പ്രാർത്ഥനയും പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ചെയ്ത നന്മ നിറഞ്ഞ പ്രവർത്തികൾ ഇന്ന് കേരളത്തിലാകമാനം അഭയം ആഗ്രഹിക്കുന്നവരുടെ ഒരു ആശാകേന്ദ്രമായി ഗാന്ധി ഭവനെ മാറ്റി. ഇന്നിവിടെ ഇപ്പോൾ വളരെ സന്തോഷം തോന്നി. ശ്രീ സുരേന്ദ്രൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും 46 സെൻറ്റ് സ്ഥലം, എത്ര സെൻറ്റാണ് സാറേ? 44 സെൻറ്റ് സ്ഥലവും വീടും ഗാന്ധി ഭവനായി വിട്ടുകൊടുത്തു. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തൊരു മഹത് പ്രവൃത്തിയാണ് സുരേന്ദ്രൻ ചേട്ടനും കുടുംബവും ചെയ്തത്. അദ്ദേഹത്തെ ഞാനതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അഭിനന്ദിച്ച് അതിൻ്റെ ഒരു ഇത് കളയുന്നില്ല. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വാക്കുകൾ വിവരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് പത്തനാപുരത്തും നടക്കുന്നത്. തീരെ അവശരായവരെ പോലും ഗാന്ധി ഭവനിലേക്ക് അയക്കുക മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തം. എന്നാൽ അവരെ പോറ്റി സംരക്ഷിക്കുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് പുനലൂർ സോമരാജൻ എന്ന മനുഷ്യസ്നേഹിയാണെന്നും മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുവാൻ പൊതുസമൂഹത്തിന് കഴിയുകയില്ല. മുതുകുളത്തും അത്തരം പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിൽ ഗാന്ധി ഭവനൊപ്പം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.